ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കിയാലോ. അപ്പോൾ രസക്കൂട്ടുണ്ട്, പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാളയുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതെനിക്ക് അഷറു കേട്ടോ കട്ട് ചെയ്തെന്ന്. ഞാൻ കട്ട് ചെയ്ത് ഇത്ര വൃത്തിക്ക് വരില്ല കേട്ടോ. പിന്നെ ഒരു മഗ്ഗിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പാൻ ചൂടായി അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത്. ഇത് രാത്രി എടുത്തുകൊണ്ടാട്ടോ, ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ എന്താ പറയുക, സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം സവാള നല്ല മൊരിഞ്ഞ് വരും, കുറച്ച് നമ്മൾ ബ്രൗൺ കളർ ആവത്തില്ലേ, അപ്പോൾ ആ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ പണ്ടൊന്നും ഞാൻ ഈ രസം അങ്ങനെ കഴിക്കില്ല കേട്ടോ, പക്ഷേ എനിക്കിപ്പം എന്തോ ഇഷ്ടമാണ്. നമ്മളങ്ങനെയാണല്ലോ അല്ലേ, ഓരോ എന്താ പറയുക സാഹചര്യം അനുസരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പൊരുത്തപ്പെടണമെന്നാണല്ലോ. അപ്പോൾ ഐഷുമോളെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആൾ അങ്ങനെ ഇരിക്കുകയാണ്. ആൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രസക്കൂട്ട് അതിലേക്ക് പൊട്ടിച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ എന്തോ പാട്ടൊക്കെ പാടിയിട്ടാട്ടോ ഇളക്കുന്നത്. ഈ രസക്കൂട്ട് അതിലേക്ക് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പുളിയും വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് അതിന് തിളക്കാൻ വേണ്ടി വിടാം. അങ്ങനെ നമ്മൾ രസമായിട്ടുണ്ടേ. പിന്നെ ചൂട് ചോറും രസവും